ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേയായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. നമ്മുടെ ക്ലാസ്സുകൾ മക്കൾക്ക് കുറച്ചുകൂടെ ഉപകാരപ്രദവും സുഖപ്രദവും ആവാൻ വേണ്ടിയിട്ട് പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ നമ്മളിപ്പോൾ ഓൺലൈൻ ട്യൂഷൻ ആരംഭിച്ചിട്ടുണ്ട്. 1 മുതൽ 6 വരെയുള്ള മക്കൾക്കാണ് നമ്മളിപ്പോൾ ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ക്ലാസ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൾ ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 4ാം ക്ലാസ്സിലെ മക്കളുടെ ഇംഗ്ലീഷാണ് നോക്കാനായിട്ട് പോകുന്നത്. ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ബിയോണ്ട് ഫിയർ എന്നതിലെ ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ട് അല്ലേ, ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ് എന്നുള്ള ഫസ്റ്റ് ചാപ്റ്റർ. അപ്പോൾ അതിൻ്റെ ആക്ടിവിറ്റീസ് ആണ് ചെയ്ത് നോക്കുന്നത് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ ചാപ്റ്ററും അതിൻ്റെ മലയാളം എക്സ്പ്ലനേഷനും സൈഡ് ക്വസ്റ്റ്യൻസും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്ത മക്കൾ എന്ത് ചെയ്യുക, STD4 ഇംഗ്ലീഷ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അതിൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ആക്ടിവിറ്റി 1, The firemen gave an award to Dilna. ദിൽനയെ ഫയർ സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ഫയർമെന് അവരൊരു അവാർഡ് കൊടുത്തു അല്ലേ, ബ്രേവറിക്കുള്ള അവാർഡ് കൊടുത്തു അല്ലേ ദിൽനയ്ക്ക്. ഷീ ബിക്കെയിം വെരി ഹാപ്പി. അവൾ ഒരുപാട് സന്തോഷവതിയായി. ഷീ റോട്ട് ഹെർ ഫീലിങ്സ് ഇൻ ഹെർ ഡയറി. അവൾ അവളുടെ ഫീലിങ്സ് ഒക്കെ ഡയറിയിൽ എഴുതി. വാട്ട് വുഡ് ബി ഹെർ ഡയറി എൻട്രി. അവളുടെ ഡയറി എങ്ങനെയായിരിക്കും, ഒരു മോഡൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് അവിടെ തന്നിട്ടുണ്ട് 25 ജൂൺ 2025 ഡേറ്റും അതുപോലെ ഡേ മൺഡേ അതും അവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ബാക്കി നമുക്ക് നോക്കാം. ഐ ബിക്കെയിം എ റിയൽ ഹീറോ ടുഡേ. ഞാൻ ഇന്ന് ശരിക്കും ഒരു ഹീറോ ആയി മാറി. ടുഡേ ഐ സേവ്ഡ് മൈ മദർ ഫ്രം എ ഡേഞ്ചറസ് സിറ്റുവേഷൻ. ഇനി ഞാൻ അമ്മയെ ഒരു വലിയ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്തി. വെൻ മീ ആൻഡ് ഇസാക്ക് കെയിം ബാക്ക് ടു ദ കിച്ചൺ ആഫ്റ്റർ അവർ പ്ലേയിങ് വി ഫൗണ്ട് അവർ മദർ വാസ് ലൈയിങ് ഓൺ ദ ഫ്ലോർ. ഞാനും ഇസാക്കും ഞങ്ങളുടെ കളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് കയറിയപ്പോൾ ഞങ്ങൾ എന്ത് കണ്ടു, അമ്മ അവിടെ നിലത്ത് കിടക്കുന്നതായിട്ട് കണ്ടു. റിയലി സ്കെയർഡ് ആക്ച്വലി. ഞാൻ ശരിക്കും പേടിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഐ ആം ദ എൽഡർ കിഡ്. പക്ഷെ ഞാനാണല്ലോ മൂത്ത കുട്ടി. ഐ വാണ്ട് ടു ഡു സംതിങ് ടു സേവ് മൈ മദർ. പെട്ടെന്ന് തന്നെ എനിക്ക് അമ്മയെ രക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്യണമായിരുന്നു. സഡൻലി ഐ റിമെമ്പേർഡ് ദാറ്റ് ഇൻ എൻ എമർജൻസി സിറ്റുവേഷൻ വി നീഡ് ടു കോൾ 101. പെട്ടെന്നാണ് എനിക്ക് ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാൽ 101ലേക്ക് വിളിക്കണം എന്ന കാര്യം ഓർമ്മ വന്നത്. മൈ ഗ്രാൻഡ് മദർ ടോൾഡ് മീ ദാറ്റ്. എൻ്റെ മുത്തശ്ശിയാണ് അത് പഠിപ്പിച്ചത്. സോ ദ ഫയർമെൻ കെയിം ആൻഡ് സേവ്ഡ് മൈ മദർ. അങ്ങനെ ഞാനത് ചെയ്തു. പെട്ടെന്ന് തന്നെ ഫയർമെൻ വന്നു അമ്മയെ രക്ഷപ്പെടുത്തി. ആൻഡ് ഐ റിസീവ്ഡ് ആൻ അവാർഡ് ഫോർ ബ്രേവറി. അതുകൊണ്ട് തന്നെ എനിക്ക് ധീരതയ്ക്കുള്ള ഒരു അവാർഡ് കിട്ടി. ആക്ച്വലി ഐ ആം നോട്ട് എ ഹീറോ. ശരിക്കും ഞാനൊരു ഹീറോ അല്ല. ഐ ജസ്റ്റ് ഡിഡ് ദ ഡ്യൂട്ടി ഓഫ് എ ഡോട്ടർ. ഞാനൊരു മകളുടെ ഡ്യൂട്ടി, കടമ മാത്രമാണ് ചെയ്തത്. ഐ ഓൾസോ ടോട്ട് ഇസാക്ക് വാട്ട് ടു ഡു ഇൻ ആൻ എമർജൻസി സിറ്റുവേഷൻ. ഞാൻ ഇസാക്കിനെയും പഠിപ്പിച്ചു ഒരു എമർജൻസി സിറ്റുവേഷനിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന്. ഐ നെവർ ഫോർഗെറ്റ് ദിസ് ഡേ ഇൻ മൈ ലൈഫ്. ഈ ദിവസം ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കില്ല. Activity 2, read the following sentences and check whether they are true or false. Color the appropriate boxes. നമുക്ക് താഴെ കുറച്ച് സെൻറ്റൻസസ് തന്നിട്ടുണ്ട്. അത് കഥ വായിച്ചിട്ട് അത് ശരിയാണോ, ട്രൂ ആണോ, ഫോൾസ് ആണോ, തെറ്റാണോ എന്ന് കണ്ടെത്തുക. എന്ത് ചെയ്യുക, ട്രൂ ആണെങ്കിൽ ട്രൂവിന് നേരെ കളർ ചെയ്യുക, ഫോൾസ് ആണെങ്കിൽ ഫോൾസിന് നേരെ കളർ ചെയ്യുക. അത് മാത്രം പോരാട്ടോ, അത് നിങ്ങൾ അത് കറക്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് ഫോൾസ് ഉള്ളത് എങ്ങനെയാണ് കറക്റ്റായി വരിക എന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയും വേണം. ആദ്യത്തേത് നോക്കൂ. ദിൽന ആൻഡ് ഇസാക്ക് വർ പ്ലേയിങ് ഇൻ ദ ലിവിംഗ് റൂം. ദിൽനയും ഇസാക്കും അവരുടെ ലിവിംഗ് റൂമിൽ കളിക്കുകയായിരുന്നു. ഫോൾസ്, തെറ്റാണല്ലേ. എങ്ങനെയാ വരിക, ദിൽന ആൻഡ് ഇസാക്ക് വർ പ്ലേഡ് ഇൻ ദ ബാക്ക് യാർഡ് ഓഫ് ദെയർ ഹൗസ്. അവരുടെ വീടിന്റെ മുറ്റത്തായിരുന്നു കളിച്ചിരുന്നത്. സെക്കൻഡ്, ദ ഫയർമെൻ ഗേവ് ദിൽനാസ് മദർ സം വാട്ടർ ടു വേക്ക് ഹെർ അപ്പ്. അതും ഒരു തരത്തിൽ പറഞ്ഞാൽ ഫോൾസ് ആണ്. കാരണം നമുക്ക് ബുക്കിൽ എങ്ങനെയാണ് തന്നിട്ടുള്ളത്, ദ ഫയർമെൻ ഗേവ് ദിൽനാസ് മദർ സം വാട്ടർ ടു ഹെൽപ്പ് ഹെർ ഫീൽ ബെറ്റർ. ഓക്കെ, അമ്മയെ വിളിച്ചെണീപ്പിക്കാൻ ആദ്യം അവർ ജെന്റ്ലി ഒന്ന് ഷൂക്ക് ചെയ്തു അല്ലേ, പിന്നെയാണ് അവർക്ക് ബെറ്റർ ആവാൻ വേണ്ടിയിട്ടാണ് അവർ വെള്ളം കൊടുത്തത്. തേർഡ്, അല്ലെങ്കിൽ ട്രൂ എന്ന് എഴുതിയാലും പ്രശ്നമില്ല കേട്ടോ, കാരണം അതും നമുക്ക് ഒരു തരത്തിൽ അങ്ങനെയും വായിക്കാമല്ലോ, വെള്ളം കൊടുത്തിട്ടാണ് എണീപ്പിച്ചത് എന്നും വായിക്കാമല്ലോ. മൂന്നാമത്തേത് നോക്കൂ. ദിൽന റിമെമ്പേർഡ് ദ ഗെയിം ഷീ യൂസ് ടു പ്ലേ വിത്ത് ഹെർ മദർ. ദിൽന അവളുടെ അമ്മയോട് കൂടെ കളിച്ച കളി ഓർമ്മ വന്നു ദിൽനയ്ക്ക്. ഫോൾസ് ആണ്. ദിൽന റിമെമ്പേർഡ് ദ ഗെയിം ഷീ യൂസ് ടു പ്ലേ വിത്ത് ഹെർ ഗ്രാൻഡ് മദർ. മുത്തശ്ശിയോട് കൂടെ കളിച്ചതായിരുന്നു അല്ലേ ഓർമ്മ വന്നത്. ഫോർത്ത് നോക്കൂ. ദിൽന വാസ് ഇൻവൈറ്റഡ് ടു ദ ഫയർ സ്റ്റേഷൻ ടു റിസീവ് ആൻ അവാർഡ്. ദിൽനയ്ക്ക് ഒരു അവാർഡിന് വേണ്ടിയിട്ട് അവരെ ഫയർ സ്റ്റേഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. അത് ശരിയാണ്, ട്രൂ ആണ്. അവസാനത്തെ നോക്കൂ. ദിൽന ഓവർകെയിം ദ എമർജൻസി സിറ്റുവേഷൻ ബേസ്ഡ് ഓൺ ഹെർ പാസ്റ്റ് എക്സ്പീരിയൻസ്. ദിൽനയ്ക്ക് ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൻ്റെ പുറത്താണ്, മുൻപ് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവത്തിൻ്റെ പുറത്താണ് ദിൽന ആ ഒരു സിറ്റുവേഷനെ തരണം ചെയ്തത്, എമർജൻസി സിറ്റുവേഷനെ തരണം ചെയ്തത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഫോൾസ് ആണ്. എങ്ങനെയാണ് അവർ കറക്റ്റായിട്ട്
Dilna overcame the emergency situation based on the game she played with her grandmother. അവളുടെ ഗ്രാൻഡ്മദറിനോട് കൂടെ അവൾ കളിച്ചിട്ടുള്ള ഒരു കളി ഓർത്തിട്ടാണ് അവൾ ഈ എമർജൻസി സിറ്റുവേഷൻ എന്ത് ചെയ്തത് തരണം ചെയ്തത് എന്നാണ് വരേണ്ടത്. ആക്ടിവിറ്റി 3, ലെറ്റ്സ് റീഡ് എ നോട്ടീസ്. നമുക്ക് താഴെ ഒരു നോട്ടീസ് തന്നിട്ടുണ്ട്, അത് വായിച്ചു നോക്കൂ. നോട്ടീസ്: ഓണറിങ് അവർ ലിറ്റിൽ ഹീറോ, GLPS ശ്രീപുരം, ഓൺ 12th January 2025 at 2 PM. വെന്യൂ സ്കൂൾ ഓഡിറ്റോറിയം. വെന്യൂ എന്ന് വെച്ചാൽ നമ്മുടെ പരിപാടി പ്രോഗ്രാം എവിടെയാണോ നടക്കുന്നത് ആ സ്ഥലത്തെയാണ് നമ്മൾ വെന്യൂ എന്ന് പറയുക കേട്ടോ. ഡിയർ ഫ്രണ്ട്സ്, we are happy to invite you to a special program to honor Shruti, the recipient of the Ujjwala Balam Award for developing a learning app for self-study. ഒരു സെൽഫ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട്, അതായത് സ്വയം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ലേണിംഗ് ആപ്പ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കുട്ടിയാണ് ആര്, ശ്രുതി എന്ന് പറയുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് ഉജ്ജ്വല ബാല്യം അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഈ ഒരു ആപ്പ് ഉണ്ടാക്കിയത് കൊണ്ട്. അപ്പോൾ ആ കുട്ടിയെ അനുമോദിക്കാൻ വേണ്ടിയിട്ടുള്ള നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിൻ്റെ നോട്ടീസാണ് ഇവിടെ തന്നിട്ടുള്ളത്. The program will be inaugurated by the Honorable Minister for Education. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. All are welcome to the program. എല്ലാവരെയും പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീപുരം 1 January 2025, ഹെഡ് മാസ്റ്റർ GLPS ശ്രീപുരം. ഓക്കെ, അപ്പോൾ നോട്ടീസിൻ്റെ ഫോമാറ്റ് എങ്ങനെയാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങൾക്ക്. പ്രോഗ്രാമിൻ്റെ ഹെഡിങ് കൊടുക്കുന്നു, എവിടെയാണെന്ന് കൊടുക്കുന്നു, ഡേറ്റ് കൊടുക്കുന്നു, ടൈം കൊടുക്കുന്നു, വെന്യൂ പ്ലേസ് കൊടുക്കുന്നു, പിന്നെ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു, പിന്നെ അവസാനവും ഡേറ്റും പ്ലേസും കൊടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് എന്താ ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. ഈ നോട്ടീസിനെ ബേസ് ചെയ്തിട്ടൊരു 5 ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ തന്നിട്ടുണ്ട്. അത് ആദ്യം ആൻസർ ചെയ്ത് നോക്കാം കേട്ടോ. വാട്ട് ഈസ് ദ നോട്ടീസ് എബൌട്ട്? ഈ നോട്ടീസ് എന്തിനെ കുറിച്ചുള്ളതാണ്? The program is for honoring Shruti, the recipient of Ujjwala Balyam Award for developing a learning app for self-study. Question 2, what is the title of the program? ഈ പ്രോഗ്രാമിൻ്റെ ടൈറ്റിൽ എന്താണ്? Honoring our little hero എന്നാണ് അല്ലേ. Where is the program going to be held? എവിടെ വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത്? സ്കൂൾ ഓഡിറ്റോറിയം. സ്കൂൾ ഓഡിറ്റോറിയം ആണ് വെന്യൂ അല്ലേ, അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്. Question 4, when is the program going to be held? പരിപാടി എപ്പോഴാണ് നടക്കുന്നത്? On 12th January 2025, ജനുവരി 12th. Fifth question, who will inaugurate the program? ആരാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്? The Honorable Minister for Education, വിദ്യാഭ്യാസ മന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ഈ നോട്ടീസിൽ തന്നെ കിട്ടുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇനി ഇതിലൊരു ക്വസ്റ്റ്യനും കൂടെ തന്നിട്ടുണ്ട്. ദിൽന ബിക്കേം എ ഹീറോ. ഷീ വാസ് ഇൻവൈറ്റഡ് ടു ചെരുവപ്പടി ഫയർ സ്റ്റേഷൻ ടു റിസീവ് ആൻ അവാർഡ്. ദിൽനയുടെ കഥ വായിച്ചാൽ അവളൊരു ഹീറോ ആയതൊക്കെ നമ്മൾ കണ്ടു. അവളെ ചെരുവപ്പടി ഫയർ സ്റ്റേഷനിലേക്ക് ഒരു അവാർഡ് വാങ്ങിക്കുന്നതിനായിട്ട് വിളിച്ചു. പ്രിപ്പയർ എ നോട്ടീസ് ഫോർ ദ പ്രോഗ്രാം. ആ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ വെന്യൂ തന്നിട്ടുണ്ട്, ചെരുവപ്പടി ഫയർ സ്റ്റേഷൻ ഹാൾ, ഡേറ്റ് 10th July 2025, ടൈം 10 AM. പിന്നെ ഇനാഗുറേഷൻ ആണ് ആരാണ്? ഓണറബിൾ ഡിസ്ട്രിക്ട് കളക്ടർ. ഓക്കെ, ഇനി നമുക്കൊരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നോട്ടീസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുക, ആദ്യം ഒരു ബോർഡറൊക്കെ വരച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നോട്ടീസ് എന്ന് ഹെഡിങ് ചെയ്യുക, ഓണറിങ് അവർ ലിറ്റിൽ ഹീറോ. ടൈറ്റിൽ അത് തന്നെയാണ് കൊടുക്കുന്നത്, ചെരുവപ്പടി ഫയർ സ്റ്റേഷൻ. ഓൺ 10th July 2025, വെന്യൂ ചെരുവപ്പടി ഫയർ സ്റ്റേഷൻ ഹാൾ. Dear friends, we are happy to invite you all to a special program to honor Dilna, the recipient of a bravery award for saving her mother in an emergency situation. The program will be inaugurated by the Honorable District Collector. All are welcome to the program. Cheruvapadi 25 June 2025. പിന്നെ fireman Cheruvapadi Fire Station. Okay. Next activity, activity 4. The firemen helped Dilna's mother wake up. ദിൽന വിഷ് ടു താങ്ക് ദം. ദിൽനയുടെ അമ്മയെ എഴുന്നേൽക്കാൻ സഹായിച്ചത് ഫയർമാൻ ആണ്. അപ്പോൾ ദിൽനയ്ക്ക് അവരോട് താങ്ക്സ് പറയണം എന്ന് തോന്നി. ഷീ മെയ്ഡ് എ കോൾ ടു ദ ഫയർ സ്റ്റേഷൻ. അവൾ ഫയർ സ്റ്റേഷനിലേക്ക് വിളിച്ചു. ഇനാക്ട് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദിൽന ആൻഡ് ദ ലേഡി ഓഫീസർ ഇൻ ദ ക്ലാസ്. അപ്പോൾ ദിൽനയും ആ ലേഡി ഓഫീസറും തമ്മിലുള്ള കോൺവെർസേഷൻ എന്താണെന്ന് നിങ്ങൾ ഇവിടെ ഇനാക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലാസ്സിൽ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുക. ദെൻ റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദിൽന ആൻഡ് ദ ഓഫീസർ. എന്നിട്ട് അവർ തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് അത് ആക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് ശേഷം നിങ്ങൾക്ക് എഴുതി കൊടുക്കാവുന്നതാണ് ഈ കോൺവെർസേഷൻ. ഫസ്റ്റ് ലേഡി ഓഫീസർ കോൾ എടുക്കുന്നുണ്ട്. ഹലോ മാഡം, ഐ ആം ദിൽന കോളിംഗ് ഫ്രം ചെരുവപ്പടി. ദിൽന പറയുന്നു, ഓ ഐ റിമെമ്പർ യു, ഹൗ ആർ യു ദിൽന? ഞാൻ നിന്നെ ഓർക്കുന്നുണ്ട്. എന്താണ് ദിൽന, സുഖമല്ലേ എന്ന് ചോദിക്കുന്നു. ഐ ആം ഫൈൻ മാം, എനിക്ക് സുഖമാണ്. പിന്നെയോ? അപ്പോൾ ലേഡി ഓഫീസർ എന്ത് ചോദിക്കുന്നു? വൈ യു കോൾ അഗെയിൻ, ഇസ് ദർ എനി എമർജൻസി? എന്താ പിന്നെയും വിളിച്ചത്? എന്തെങ്കിലും എമർജൻസി ഉണ്ടോ?
നോ മാം, ഐ കോൾ യു ടു കൺവേ മൈ താങ്ക്സ് ടു യുവർ ഹോൾ ടീം. അല്ല മാം, ഒരു പ്രശ്നവുമില്ല, ഞാൻ നിങ്ങളുടെ മുഴുവൻ ടീമിനും എൻ്റെ ഒരു നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് എന്ന് പറയുന്നു. വിത്ത് അവർ പ്ലഷർ. ഓക്കെ, അതിൽ സന്തോഷം. ഇറ്റ്സ് അവർ ഡ്യൂട്ടി, അത് ഞങ്ങളുടെ കടമയാണ്. യു ഡിഡ് എ ഗ്രേറ്റ് ജോബ് ആക്ച്വലി. സത്യത്തിൽ നീയാണ് നല്ല ഇത് ചെയ്തത്. യു ആർ ദ റിയൽ ഹീറോ, നീയാണ് ശരിക്കും ഹീറോ. താങ്ക് യു മാം, വിത്ത് യുവർ ഹെൽപ്പ് ഐ വാസ് ഏബിൾ ടു സേവ് മൈ മദർ. നിങ്ങളുടെ സഹായം കൊണ്ടാണ് എനിക്ക് അമ്മയെ സേവ് ചെയ്യാനായിട്ട് പറ്റിയത്. യു ആർ വെൽക്കം ആൻഡ് ഓൾവേസ് റിമെമ്പർ ദാറ്റ് ടു കോൾ 101 ഇൻ എനി എമർജൻസി. ഓക്കെ, എന്താണ്, ഇനിയും എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ 101ലേക്ക് വിളിക്കാൻ മറക്കരുത്, ഓർമ്മിക്കണം എന്ന് പറയാം കേട്ടോ. Activity 5. Here are some pictures which show some emergency situations. Identify the situations. അപ്പോൾ നമുക്കിവിടെ കുറച്ച് എമർജൻസി സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. ചില ആക്സിഡൻസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തേത് നോക്കൂ. ആദ്യത്തേത് ഒരു ഫയർ ആക്സിഡൻ്റ് ആണ് അല്ലേ, തീപിടുത്തമാണ്. രണ്ടാമത്തേത് റോഡ് ആക്സിഡൻ്റ് ആണ്. മൂന്നാമത്തേത് ഗ്യാസ് സിലിണ്ടർ ബ്ലാസ്റ്റ് ആണ്, ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ്. നാലാമത്തേത് ഡ്രോണിംഗ് ആണ്, മുങ്ങി പൊന്തുന്നതാണ് അല്ലേ. What are some other emergency situations we might experience in life? Write them below. അതുപോലെയുള്ള മറ്റ് എമർജൻസി സിറ്റുവേഷൻസ് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബോംബ് ബ്ലാസ്റ്റ് ഉണ്ട് അല്ലേ, പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനാണ് ബോംബ് ബ്ലാസ്റ്റ്. ഫ്ലഡ്, വെള്ളപ്പൊക്കം ഉണ്ട്. ഹാർട്ട് അറ്റാക്ക് ഒരു എമർജൻസി സിറ്റുവേഷനാണ്. ഇലക്ട്രിക് ഷോക്ക്, സ്ട്രീറ്റ് ഡോഗ് അറ്റാക്ക്, ഇതെല്ലാം തെരുവ് നായ്ക്കളുടെ ആക്രമണം, ഇതെല്ലാം എന്താണ്, ഒരു എമർജൻസി സിറ്റുവേഷനായിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ആക്ടിവിറ്റി 6. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് കെയർഫുള്ളി. താഴെ തന്നിട്ടുള്ള ഒരു സെൻറ്റൻസ് വായിച്ചു നോക്കിക്കേ മക്കളെ. ദിൽന ആൻഡ് ഹെർ ബ്രദർ were playing in the backyard. She ran to the door and opened it. അപ്പം നമ്മൾക്ക് പാഠത്തിലുള്ളൊരു ഭാഗമാണ് തന്നിട്ടുള്ളത്. ഇതിൽ 3 വേർഡ്സ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് ദിൽന, പിന്നെ ഒന്ന് ബാക്ക്യാർഡ്, അതായത് പുറകുവശത്തെ മുറ്റം. ഓക്കെ, പിന്നെ ഒന്ന് ഡോറ്, വാതിൽ, കതക്. ഇത് മൂന്നും നമുക്ക് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ വേർഡ്സിന്റെ പ്രത്യേകത മക്കളെ? ലുക്ക് അറ്റ് ദ വേർഡ് അണ്ടർലൈൻഡ്. ദേ ആർ നെയിമിംഗ് വേർഡ്സ്. നെയിമിംഗ് വേർഡ്സ് എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. അതായത് എന്താണ്, ഒരു വാക്കിന്റെ പേര് അതിൽ തന്നെ ഉണ്ടല്ലേ അർത്ഥം. നെയിമിംഗ് വേർഡ്സ് ആർ ദ നെയിംസ് ഓഫ് പീപ്പിൾ, പ്ലേസസ്, ആനിമൽസ് ആൻഡ് തിങ്സ്. നെയിമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത് ആളുകളുടെ പേരുകളോ സ്ഥലത്തിന്റെ പേരുകളോ അല്ലെങ്കിൽ മൃഗങ്ങളുടെ പേരുകളോ ജന്തുക്കളുടെ പേരുകളോ അല്ലെങ്കിൽ അതർ തിങ്സ്, എന്തെങ്കിലും ഒരു വസ്തുവിന്റെ പേരോ ഒക്കെയാണ് നെയിമിംഗ് വേർഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Now find out more naming words from the story and write them here. ഇനി കഥ വായിച്ച് അതിൽ നിന്ന് കുറച്ചുകൂടെ നെയിമിംഗ് വേർഡ്സ് എഴുതാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഞാൻ കുറച്ച് നെയിമിംഗ് വേർഡ്സിന് എക്സാമ്പിൾ ഇവിടെ കൊടുക്കുന്നുണ്ട്, നോക്കിക്കേ മക്കളെ. ദിൽന, ഇസാക്ക്, യാർഡ്, സ്കൈ, റെയിൻ, ഹൗസ്, പ്ലേറ്റ്, കുക്കീസ്, ടേബിൾ, ലിവിംഗ് റൂം, ഫ്ലോർ, ഐസ്, ടിയേഴ്സ്, മദർ, ഗ്രാൻഡ് മദർ, ഹാൻഡ്, ഫാദർ, അബ്രോഡ്, ഫയർ എഞ്ചിൻ, ഫയർമാൻ, വാട്ടർ, ഡോട്ടർ, ഫയർ സ്റ്റേഷൻ, എക്സെട്ര എക്സെട്ര എക്സെട്ര. ഇതെല്ലാം നിങ്ങൾക്ക് നെയിമിംഗ് വേർഡ്സിന് എക്സാമ്പിൾ ആയിട്ട് എഴുതാവുന്നതാണ്. ആക്ടിവിറ്റി 7. ലുക്ക് അറ്റ് ദ ഫോളോയിങ് പിക്ചേഴ്സ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ ആക്ഷൻ വേർഡ്സ്. താഴെ നമുക്ക് കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, ഒരു 6 പിക്ചർ തന്നിട്ടുണ്ട്. അവരെന്താണ് ചെയ്യുന്നത്, ഒരു ആൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മൾ ആക്ഷൻ വേർഡ്സ് എന്ന് പറയാം. അതായത് ഇരിക്കുന്നു, നിൽക്കുന്നു, ചാടുന്നു, കിടക്കുന്നു, ഉറങ്ങുന്നു, കഴിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഇതെല്ലാം എന്താണ്, ആക്ഷനാണ്, നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ ആക്ഷൻ വേർഡ്സ് എന്ന് പറയാം. അപ്പം ഈ പിക്ചർ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കും മക്കളെ. ദിൽന ഈസ് ഡാഷ്. ദിൽന എന്താ ചെയ്യുന്നത്? ഷീ ഈസ് സ്കിപ്പിംഗ്. കയറുചാട്ടം ചാടുകയാണല്ലേ. ദിൽന ഈസ് സ്കിപ്പിംഗ്. ഇസാക്ക് ഈസ് ക്ലൈംബിംഗ് ദ ട്രീ. മരം കയറുന്നു, ക്ലൈംബിംഗ് ദ ട്രീ. ദിൽന ഈസ് ഡാഷ് ദ ബുക്ക്. ദിൽന എന്താ ചെയ്യുന്നത്? ദിൽന ഈസ് റീഡിങ് ദ ബുക്ക്. പുസ്തകം വായിക്കുകയാണല്ലേ, ബുക്ക് വായിക്കുകയാണ്. ദിൽന ഈസ് റീഡിങ് ദ ബുക്ക്. ദേ ആർ റണ്ണിങ് ഫാസ്റ്റ്. പെട്ടെന്ന് വേഗത്തിൽ ഓടുന്നുണ്ട്. ദേ ആർ വാച്ചിങ് ദ ടി വി. ടി വി കാണുന്നു, വാച്ചിങ് ദ ടി വി. ദേ ആർ പ്ലേയിങ് വിത്ത് ഫ്രണ്ട്സ്. കൂട്ടുകാരോടൊപ്പം കളിക്കുന്നു, പ്ലേയിങ്. ഓക്കെ, അപ്പം ഇതെല്ലാം ആക്ഷൻ വേർഡ്സിനെ സൂചിപ്പിക്കുന്നതാണ് കേട്ടോ. ആക്ടിവിറ്റി 8. The following events from the story Little Hands Big Courage are jumbled. Arrange the events in the correct order. നമുക്ക് താഴെ ഈ സ്റ്റോറിയിലെ കുറച്ച് ഇവൻറ്റ്സ്, സന്ദർഭങ്ങൾ, സാഹചര്യങ്ങൾ ജംബിൾഡ് ഓർഡറിൽ, അതായത് കറക്റ്റ് അല്ലാത്ത ഓർഡർ മാറ്റിയിട്ട് തന്നിട്ടുണ്ട്. നിങ്ങളത് വായിച്ചു നോക്കുക, എന്നിട്ട് അത് കറക്റ്റ് ഓർഡറിൽ എഴുതി കൊടുക്കുക. ആദ്യത്തെ നോക്കൂ. ദിൽന റഷ്ഡ് ടു ദ മദർ ആൻഡ് ഷൂക്ക് ഹെർ ജെന്റ്ലി. ദിൽന അമ്മയുടെ അടുത്തേക്ക് ഓടി അമ്മയെ പതുക്കെ കുലുക്കി നോക്കി. 2 ഫയർമെൻ റഷ്ഡ് ഇൻ ടു ദ ഹൗസ്. 2 ഫയർമെൻ വീട്ടിനുള്ളിലേക്ക്
ഓടിക്കയറി. ഷീ റാൻ ടു ദ ഫോൺ ആൻഡ് ഡയൽഡ് 101. അവൾ ഫോണിനടുത്തേക്ക് ഓടിയിട്ട് 101 വിളിച്ചു. ദ മദർ സ്മൈൽഡ് അറ്റ് ദ ഫയർമെൻ ആൻഡ് താങ്ക് ദം. അമ്മ ഫയർമെനോട് നന്ദി പറഞ്ഞു, അവരെ നോക്കി ചിരിച്ചു നന്ദി പറഞ്ഞു. ദിൽന ആൻഡ് ഹെർ ലിറ്റിൽ ബ്രദർ വർ പ്ലേയിങ് ഇൻ ദ ബാക്ക്യാർഡ്. ദിൽനയും അവളുടെ അനിയനും കൂടെ മുറ്റത്ത് കളിക്കുകയായിരുന്നു. ദേ സ്പോട്ടഡ് എ പ്ലേറ്റ് ഓഫ് കുക്കീസ് ഓൺ ദ ടേബിൾ. അവർ ഒരു പാത്രത്തിൽ, ടേബിളിൽ ഇരിക്കുന്ന പാത്രത്തിൽ കുറച്ച് ബിസ്ക്കറ്റുകൾ, കുക്കീസ് കണ്ടു. ദിൽന വാസ് ഇൻവൈറ്റഡ് ടു ദ ഫയർ സ്റ്റേഷൻ ടു റിസീവ് ആൻ അവാർഡ്. ദിൽനയെ ഫയർ സ്റ്റേഷനിലേക്ക് അവാർഡ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ക്ഷണിച്ചു. അപ്പോൾ ഇതെല്ലാം ജംബിൾഡ് ഓർഡറിലാണ്. ഇതെങ്ങനെയാണ് വരുന്നത് കറക്റ്റായിട്ട്? ഇതിൽ ആദ്യം നടന്ന സംഭവം എന്താ മക്കളെ? ദിൽന ആൻഡ് ഹെർ ലിറ്റിൽ ബ്രദർ വർ പ്ലേയിങ് ഇൻ ദ ബാക്ക്യാർഡ്. ദിൽനയും അവളുടെ അനിയനും കൂടെ മുറ്റത്ത് കളിക്കുകയായിരുന്നു. ദ സ്പോട്ടഡ് എ പ്ലേറ്റ് ഓഫ് കുക്കീസ് ഓൺ ദ ടേബിൾ. അവർ ടേബിളിൽ ഒരു പാത്രത്തിൽ കുറച്ച് ബിസ്ക്കറ്റ് കണ്ടു. ദിൽന റാൻ ടു ഹെർ മദർ ആൻഡ് ഷൂക്ക് ഹെർ ജെന്റ്ലി. അപ്പോഴാണ് അവർ, ദിൽനയുടെ അമ്മ താഴെ വീണ് കിടക്കുന്നത്, ദിൽന അമ്മയുടെ അടുത്തേക്ക് ഓടി അമ്മയെ പതുക്കെ പിടിച്ച് കുലുക്കി നോക്കി. ദെൻ ഷീ റാൻ ടു ദ ഫോൺ ആൻഡ് ഡയൽഡ് 101. അപ്പോൾ അമ്മ എഴുന്നേൽക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൾ ഫോണിനടുത്തേക്ക് പോയിട്ട് 101 വിളിച്ചു. 2 ഫയർമെൻ റഷ്ഡ് ഇൻ ടു ദ ഹൗസ്. ഫയർമെന് 2 പേര് വന്നിട്ട് വീട്ടിനുള്ളിലേക്ക് ഓടിക്കയറി. ദ മദർ സ്മൈൽഡ് അറ്റ് ദ ഫയർമെൻ ആൻഡ് താങ്ക് ദം. അവരമ്മയെ ഉണർത്തി, അമ്മ അവരോട് താങ്ക്സ് പറഞ്ഞു. ദിൽന വാസ് ഇൻവൈറ്റഡ് ടു ദ ഫയർ സ്റ്റേഷൻ ടു റിസീവ് ആൻ അവാർഡ്. അങ്ങനെ ദിൽനയ്ക്ക് ഫയർ സ്റ്റേഷനിലേക്ക് അവളെ വിളിച്ചു. എന്തിനാണ്? ബ്രേവറിക്കുള്ള അവാർഡ് കൊടുക്കാൻ അല്ലേ. ഇതാണ് കറക്റ്റ് ഓർഡറിൽ കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ മക്കളെ നിങ്ങൾക്ക് ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ബിയോണ്ട് ഫിയറിലെ ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ് എന്നുള്ള ഈ ചാപ്റ്ററിൽ ചെയ്യാനായിട്ടുള്ള ആക്ടിവിറ്റീസ്, ചാപ്റ്ററും ആക്ടിവിറ്റീസും ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് നമ്മളുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. 4ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് മക്കൾ എന്ത് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്